കണ്ണൂർ ടൗൺ സ്ക്വയറിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെ കുഴിമൂടിയിടങ്ങളിൽ വീണ്ടും ഇന്റർലോക്ക് സ്ഥാപിച്ചു തുടങ്ങി. DTPC ആണ് ഇന്റർലോക്ക് പാകുന്നത്. നേരത്തെ ഇളക്കി മാറ്റിയ ഇന്റർലോക്കാണ് വീണ്ടും പാകുന്നത്. കണ്ണൂർ ടൗൺ സ്ക്വയറിലെ പാർക്കിംഗ് കേന്ദ്രത്തിന് മേൽക്കൂര പണിയുന്നതിന് മന്ത്രിയായിരിക്കെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മുൻകൈ എടുത്തത്. വെയിലും മഴയും കൊള്ളാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് ഇത്തരമൊരു പദ്ധതിക്ക് MLA ഫണ്ട് അനുവദിച്ചത്. പ്രവൃത്തി തുടങ്ങിയതോടെ ഇത് വിവാദമായി. ടൗൺ സ്ക്വയറിന്റെ സ്വാഭാവിക അന്തരീക്ഷത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ പന്തൽ നിർമ്മാണം വേണ്ടെന്ന നിലപാടുമായി ആർട്ടിസ്റ്റ് ശശികല കളക്ടർക്കും കോർപ്പറേഷനും പരാതി നൽകി. ഇതോടെ കോർപ്പറേഷൻ പ്രവൃത്തിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. അപ്പോഴേക്കും വലിയ കുഴിയെടുത്ത് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. ഇതോടെ പാർക്കിംഗ് കേന്ദ്രം അനാഥമായി. ഇതിനെതിരെ ആർട്ടിസ്റ്റ് ശശികല വീണ്ടും രംഗത്ത് ഇറങ്ങിയതോടെ കുഴി മൂടി. ഇതിനു പിന്നാലെയാണ് ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയും ആരംഭിച്ചത്. DTPC നേരിട്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. ടൗൺ സ്ക്വയറിന്റെ സ്വാഭാവികത നിലനിർത്തുന്നതിനു വേണ്ടി വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു എന്ന് ആർട്ടിസ്റ്റ് ശശികല. തീർച്ചയായും ഒരു പോരാട്ടം തന്നെ, 2 വർഷത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ കലക്ടർക്ക് കൊടുത്തത് ഗ്രൗണ്ട് പുനഃസ്ഥാപിക്കണമെന്നാണ്. കുഴിമൂടൽ മാത്രമല്ല, അത് ഇൻ്റർലോക്ക് ഇട്ട് പഴയപടി തന്നെ അത് നിലനിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഇങ്ങനെ ഒരു പുനഃസ്ഥാപിച്ചതിനോടുള്ള എന്താ പറയേണ്ട, എന്നോട് പല ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയത്ത് ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കുന്നവരുണ്ട്. മഴ കയറാതെ നിൽക്കുന്ന ഒരു പന്തലില്ലാതാക്കില്ല എന്നൊക്കെ പറഞ്ഞ ജനങ്ങളെ പല രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട്. അതിൽ ഞാൻ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഞാനതിനെ തള്ളുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഗ്രൗണ്ടിൻ്റെ ഈ മുഖസൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് ആ ഒരു വലിയ വാരിച്ചൊരു ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ച് അതിൻ്റെ മുഖച്ഛായകളതിനെതിരെ പോരാട്ടമാണ് ഇന്നിവിടെ ഫലം കണ്ടത്. അത് കലക്ടറും അതുപോലെ തന്നെ കോർപ്പറേഷനും അതിന് വളരെ അനുകൂലമായ ഒരു നടപടിയെടുത്തതിൽ അഭിനന്ദനാർഹമാണ്. ഇവിടെ ഉണ്ടായ പാഴ്ചെലവിന് ആരാണ് ഉത്തരവാദിയെന്ന് കണ്ടെത്തണമെന്നും വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ആർട്ടിസ്റ്റ് ശശികല പറഞ്ഞു. ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള കാരണം നേരെ ചൊവ്വയില്ലാതെ കൊണ്ടാണല്ലോ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റോപ്പ് ഈ പണി നിർത്തിവെക്കാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ നേരാ വഴി അതിലൂടെ ഇതിൽ ഉത്തരവാദപ്പെട്ടാൽ ശ്രമിച്ചില്ല എന്നുള്ള ഫലമാണ് ഇത് നിൽക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫണ്ട് ഒരു ദുരുപയോഗമായിട്ടാണ് എന്നെ സംബന്ധിച്ചുള്ള ഉള്ളത്. ഞാൻ ആവശ്യപ്പെട്ടത് അതിനാണ് വിജിലൻസിൻ്റെ പരാതി കോഴിക്കോടേക്ക് അയച്ചിട്ടുണ്ട്. എന്നോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ ഓണം വാരാഘോഷം ടൗൺ സ്ക്വയറിലാണ് നടക്കുന്നത്. ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തി അതിനു മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരിപാടി കാണാൻ എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകും. നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നതും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.